ഹലോ ഗൈസ്, മറ്റൊരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഗൈസ്. അപ്പം ഗൈസ്, ഇന്ന് ഞാൻ ഒരു ഗാർഡനിങ് വീഡിയോ കാണിക്കാന്ന് കേട്ടാ കരുതുന്നത്. എന്റെ പഴയ വീഡിയോ കണ്ടിട്ടുള്ളവർക്കൊക്കെ അറിയായിരിക്കും. ലിച്ചുകുട്ടി ഒരു 4-5 ചെറിയ തൈയിൽ നിന്നാണ് നമ്മൾ ചെടി വളർത്താൻ തുടങ്ങിയത്. ചേട്ടൻ നമ്മൾ ചെറിയ നിന്ന് കുറെ തൈകളൊക്കെ കൊണ്ടുവന്നു. പക്ഷെ അന്ന് ഞാൻ വിചാരിച്ചില്ല ഇത്രയും നന്നായിട്ട് എനിക്ക് ചെടികളെ നോക്കാൻ പറ്റും, ഇങ്ങനെ ഒരു ഹാബിറ്റ് എനിക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുമെന്ന് ഒട്ടും പ്രതീക്ഷിച്ചില്ല ഗൈസ്. അപ്പൊ ഇന്ന് ആ ചെടികൾ ഇപ്പൊ എങ്ങനെയായി, ഏതുവരെ എത്തി, അല്ലെങ്കിൽ അവിടെ എന്തൊക്കെ മാറ്റങ്ങൾ വരുത്താം എന്നൊക്കെ നമുക്ക് നോക്കിയല്ലേ ഗൈസ്. അപ്പം ഇന്നത്തെ വീഡിയോ അതിനെ പറ്റിയാവാം അല്ലേ ലിച്ചുകുട്ടി? നമുക്ക് ബാക്കി അങ്ങോട്ട് പോയിട്ട് കാണാം. ഓക്കെ ഗൈസ്, കം ഓൺ, ലെറ്റ്സ് ഗോ. എന്തിനാണ് ഇവൻ ചെടിയുടെ ഇല പറിക്കാൻ നിൽക്കും, ഞാൻ വളർത്താൻ നിൽക്കും. അതാണ് ഗൈസ് ഇപ്പൊ നടന്നുകൊണ്ടിരിക്കുന്നത്. അപ്പൊ ഈ ചെടി ഇതിന്റെ പേരൊന്നും എനിക്ക് അറിഞ്ഞുകൂടാ സത്യം പറഞ്ഞു. അപ്പൊ ഇതാണ് നമ്മുടെ ഇവിടെ ആദ്യം കൊണ്ടുവന്നത്. ഒരു കുഞ്ഞു തൈയായിരുന്നു. അത് ഞാൻ വളർത്തി ഇപ്പൊ ഏകദേശം ഇത്ര ആയിട്ടുണ്ട്. കാണിച്ചല്ലേ കുട്ടി? അപ്പൊ ഇത്ര ആയിട്ടുണ്ട് കേട്ടോ. പിന്നെ ഇപ്പൊ ഇവിടെ പുതിയതായിട്ട് വന്നൊരു അതിഥിയാണ് കേട്ടോ. ഈ പ്ലാന്റ് എന്ന് പറയുമ്പോൾ നമ്മൾ സ്നേക്ക് പ്ലാന്റ് ആണ്, മിക്ക വീട്ടിലും ഉണ്ട്. പാവല്ലേ പോയക്കൂട്ട, പാവല്ലേ. അപ്പൊ ഇത് നമുക്കിനി വളർത്തി വലുതാക്കി എടുക്കണം. അതാണ് നമ്മുടെ ടാസ്ക്. ഇത് അങ്ങോട്ട് ഇരിക്കട്ടെ. പിന്നെതാ ഈ ചെടി, ഇതിന്റെ പേരും എനിക്ക് അറിഞ്ഞുകൂടാ ഗൈസ്. ഇത് എന്തോന്നാണെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. ഇപ്പം ഈ ഇടയായിട്ട് ഞാൻ പോയപ്പോ അവിടെ നിന്ന് കൊണ്ടുവന്ന ഒരു പ്ലാന്റ് ആണിത്. അപ്പൊ ഇപ്പൊ പുതുതായിട്ട് കൊണ്ടുവന്നതാണ്. പിന്നെ ഇതൊരു ടൈപ്പ് ചെമ്പരത്തിയാണ് കേട്ടാ. ഇതിപ്പോ ഞാൻ ഒരു കമ്പൊക്കെ വെച്ച് സെറ്റ് ചെയ്ത് ഇതിനൊരു താങ്ങൊക്കെ കൊടുത്തിട്ടുണ്ട് ഗൈസ്. പക്ഷെ ഇതിന്റെ പൂവുണ്ടല്ലോ പല കളറിലായിട്ടാണ് വരുന്നത് കേട്ടാ. മഞ്ഞ, ഓറഞ്ച്, അങ്ങനെ ഒരു മിക്സിംഗ് കളറിലായിട്ട് വരും. റെയിൻബോ കളറല്ല, മഞ്ഞ ഓറഞ്ച്. പക്ഷെ അത് വന്നിട്ട് നല്ല വലുത് ഇത്ര വരും. ഞാൻ കള്ളം പറയണല്ല ഗൈസ്, വീട്ടിൽ ഇത് ഉള്ളവർക്ക് അറിയാം. ഇത്ര നല്ല വലിയ പൂവായിട്ട് വരും. സൂപ്പറാണ് കാണാൻ. പിന്നെ ഇതാ മറ്റേ ഡെക്കറേഷൻ ചെടി. എന്തിനാണ് ഇതിന്റെ പേരെന്ന് എനിക്ക് സത്യമായിട്ട് പേരെന്താണെന്ന് എനിക്ക് ഒന്നിന്റെ അറിഞ്ഞൂടാ. കാരണം എനിക്ക് ഇങ്ങനത്തെ ഹാബിറ്റേ ഇല്ലായിരുന്നു. പക്ഷെ ഇപ്പൊ ഇവിടെ വന്നതിന് ശേഷമാണ് ഇങ്ങനെ കുറച്ച് ഹാബിറ്റൊക്കെ എനിക്ക് വന്നു തുടങ്ങിയത്. അപ്പൊ ഇതെന്ന് പറയുമ്പോഴത്തേക്കും ഈ പ്ലാന്റ് ഞാൻ ഇത് കണ്ട ഇതിൽ നിന്നൊരു തൈ എടുത്ത് വേറൊരു ചെടിച്ചട്ടിയിലോട്ട് വെച്ചതാണ് ഈ ഒരു പ്ലാന്റ് എന്ന് പറയുന്നത്. അപ്പൊ അത് നമുക്കിനി വളർത്തിയെടുക്കണം. ഇനി നമുക്കിത് കുറച്ച് അറേഞ്ച്മെന്റ് ഒക്കെ ഉണ്ട് കേട്ടോ. കാരണം എനിക്ക് ടൈം കിട്ടാറില്ല. ഉള്ള ടൈമിലാണ് ഇതൊക്കെ ഞാൻ ചെയ്യണം. അപ്പം പിന്നെ ഇത് കണ്ട, ഇതാണ് ഞാൻ ഇപ്പൊ ഏറ്റവും കൂടുതൽ കോൺസെൻട്രേറ്റ് ചെയ്ത് നോക്കിക്കുന്ന സാധനം. അപ്പം ഈ ഒരു ഇതെന്ന് പറഞ്ഞാൽ നമ്മളെ മുല്ലച്ചെടിയാണ്. എന്നുവെച്ചാൽ ലിച്ചുകുട്ടിയുടെ തലയിൽ മുല്ലപ്പൂക്ക് വെച്ചെടുക്കുന്നത് ഭയങ്കര ആഗ്രഹമാണ്. അപ്പൊ നമ്മളെവിടെ ഷീറ്റ് ഉള്ളതുകൊണ്ട് ഇവിടെ മാത്രമേ വെയിലടിക്കുള്ളൂ. മുല്ലച്ചെടി നമ്മളെ ലിച്ചുകുട്ടിക്ക് വേണ്ടി ഡെഡിക്കേറ്റ് ചെയ്യണം ഗൈസ്. ഓക്കെ. പിന്നെ പറയുകയാണെങ്കിൽ നമ്മളെ തെറ്റി ഇങ്ങോട്ടൊന്ന് കാണിച്ചു കൊടു ലിച്ചുകുട്ടി. നമ്മളെ തെറ്റി കണ്ട. അപ്പൊ അത് കുറച്ച് ഇത് കണ്ടത്. അപ്പൊ അതിൽ ഓറഞ്ച് കളർ തെറ്റിയാണ് നമുക്കുള്ളത്. പിന്നെ അതാ ഈ റോസാ ചെടി. ഇത് പള്ളി റോസ എന്തോ ആണ്. ഇതിനൊരു മൊട്ട് വന്നിട്ടുണ്ട് കേട്ടോ ഇപ്പം. അപ്പൊ അതെന്താണ്. പിന്നെ ഞാൻ സത്യം പറഞ്ഞ അറേഞ്ച്മെന്റില് അങ്ങറ്റരിക്കും നമ്മൾ ആദ്യം കാണിച്ച ചെടിയില്ലേ, ഇതാണ് ഇവിടെ വെച്ചിരുന്നത്. പക്ഷെ ഇവിടെ വിളക്ക് കത്തിക്കുന്നുണ്ട്, പിള്ളേരെ ദേഹത്ത് മുള്ളൊക്കെ തട്ടുന്നുള്ളതുകൊണ്ട് ഞാൻ അങ്ങോട്ടേക്ക് മാറ്റി. അപ്പോ ഇത് കണ്ട, ഇതിപ്പോ കൊണ്ടുവന്ന പുതിയ ഒരു റോസാ തൈയാണ്. ദാണ്ട് ഇതിന്റെ മുള്ളു കൊള്ളുമെന്നാണ് ഞാൻ പറഞ്ഞത്. എനിക്കൊരു ഒരേ ഒരു വിഷമമാണ് നമ്മളെ ശംഖുപുഷ്പം കണ്ട. ഇതിങ്ങനെ കരിഞ്ഞു പോയി ഗൈസ്. അപ്പം ഇതില് പുതുതായിട്ട് ഒരെണ്ണം വരുന്നുണ്ട്. അത് നല്ല ഭംഗിയായിട്ട് വരുന്നുണ്ട്. അത് നമുക്ക് പരിപാലിക്കാം. ഓക്കെ. ഇതിന്റെ പേരും എനിക്ക് അറിഞ്ഞൂടാ. ഇങ്ങനെ കളർഫുൾ പൂക്കളുള്ള ഇതിന്റെ പേരൊന്നും എന്റെ അടുത്ത് ചോദിച്ചോണ്ട് ആരും കരുതരുത്. കളർ പറഞ്ഞു എന്തെങ്കിലും അടയാളം പറഞ്ഞാണെങ്കിൽ ഞാൻ എന്തെങ്കിലും കമന്റ് സെക്ഷനിൽ ഇത് നമ്മള് ഈ പൂ നമ്മള് അല്ലേ നമ്മള് വെള്ളത്തിലൊക്കെ വെക്കാറുണ്ട്. വെക്കാമോന്ന് എനിക്ക് അറിഞ്ഞൂടാ. എന്തായാലും ഇത് നല്ല ഭംഗിയാണ്. പിന്നെ ഇത് അഡീനിയമാണെന്നാണ് എന്നെ കാണിക്കുന്നത്. പിന്നെ ഇതാണ് നമ്മുടെ അഡീനിയം എന്നാണ് എനിക്ക് തോന്നുന്നത്. ഇതിന്റെ ആക്ച്വൽ ഞാൻ ചോദിക്കരുത് കാര്യം. എന്തൊക്കെയോ വളർത്തി എന്തൊക്കെയോ ചെയ്യുന്നു ഞാൻ അത്രമാത്രം. അപ്പൊ ഈ ചെടി നമുക്ക് ഇതിന്റെ വേര് വെട്ടി ഷേപ്പ് ആക്കാന്ന് പറയും. അപ്പൊ അത് എനിക്ക് ഇനി പഠിക്കാനുണ്ട് എങ്ങനെയാണെന്ന്. അപ്പൊ ചേട്ടൻ്റെ അമ്മ വന്നാലും എനിക്ക് അതെന്തെങ്കിലും ചെയ്യാൻ പറ്റും. പിന്നെതാ നിന്റെ അച്ഛമ്മ പറഞ്ഞത്. പിന്നെതാ ഇതിപ്പോ നമ്മള് കണ്ട ഇങ്ങോട്ട്
ഇത് അവിടെ നിന്ന് കൊണ്ടുവന്നതാണ്. ഇപ്പൊ പുതിയതായിട്ട് കൊണ്ടുവന്ന ഒരു പ്ലാന്റ് ആണ് കേട്ടോ. അപ്പൊ ഇതും നമ്മൾ എന്ത് ചെയ്യണം, പരിപാലിക്കണം. പിന്നെ ഈ മണി പ്ലാന്റ് എനിക്കൊന്ന് പുഷ്പിച്ച് വളർത്തി അത് റെഡിയാക്കി എടുക്കുന്നു ഗൈസ്. മണി പ്ലാന്റ് ആണ് കുറച്ചൊന്ന് റെഡിയാക്കി എടുക്കേണ്ടത്. ഇവിടെ എന്ന് വെച്ചാൽ വളർത്തിയിട്ട് ഫ്ലോപ്പായ ഒരു സംഭവം അതാണ്. അതൊന്ന് സെറ്റാക്കി എടുക്കണമെന്നുണ്ട്. അപ്പൊ ഇത് ഇത്രയാണ് എന്റെ ചെടികൾ എന്ന് വേണമെങ്കിൽ പറയാം. പിന്നെ ഹാങ്ങിങ്സ് കുറേ ഉണ്ട്, അത് കാണിച്ചു തരാമേ. വെള്ളമില്ലാതെ വാടി നിൽക്കുന്ന എന്റെ ചെടി കഷ്ടം തന്നെയാ, കഷ്ടം തന്നെ. ഞാനത് ശ്രദ്ധിച്ചില്ല, ഇത് പെട്ടെന്ന് വാടുന്നുണ്ട്. ശ്രദ്ധിക്കാത്തോണ്ട് വാടിയാണ്. എന്റെ അച്ഛൻ കണ്ട എനിക്ക് നല്ല തരും. പിന്നെ ഇത് അടുത്തൊരു ഹാങ്ങിങ് ആണ്. പിന്നെ അതാ ഇതൊരു ഹാങ്ങിങ് ആണ്. ഇനി ഇതിന്റെ പുല്ലൊക്കെ എനിക്കൊന്ന് മാറ്റണം. പിന്നെ ഇവിടെയും കുറച്ച് ഒന്ന് വൃത്തിയാക്കാനൊക്കെ ഉണ്ട്. ഈ ചെടി വൃത്തിയാക്കുന്നുണ്ട്. പിന്നെ ഇതിലിതാ ഇങ്ങനെ പൂക്കളൊക്കെ വന്നിട്ടുണ്ട് കേട്ടോ. ഇവിടെ ഇത് ഒരുപാട് വൃത്തിയാക്കാനുണ്ട്. എനിക്കിനി അതൊന്ന് വൃത്തിയാക്കണം. അപ്പം ഒരു ചെമ്പരത്തിയാണ്. ഇത് ഇത്രയാണ് എന്റെ ചെടികൾ എന്ന് പറയുന്നത്. ഈ കറ്റാർവാഴ ഗൈസ്, ഇതിനെ എന്താണ് കാണിക്കാൻ മിസ് ചെയ്ത് കണ്ടിട്ടുണ്ടായിരിക്കും, പക്ഷെ അതിനെ പറ്റി ഞാൻ എക്സ്പ്ലെയിൻ ചെയ്യില്ല. ഏറ്റവും കൂടുതൽ നല്ലൊരു ഔഷധ ഗുണമുള്ളൊരു പ്ലാന്റ് ആണ്. നമ്മുടെ സ്കിൻ കെയർ ആയാലും നമ്മുടെ കണ്ണിനായാലും ഹെയറിനായാലും ഒക്കെ നല്ല ഔഷധ ഗുണമുള്ള ഒരു പ്ലാന്റ് ആണല്ലോ കറ്റാർവാഴ. അപ്പൊ അതിനും 2-3 തൈകളൊക്കെ വന്നിട്ടുണ്ട്. അത് ഞാൻ ഒരെണ്ണത്തിൽ മാറ്റി വെച്ചിട്ടുണ്ട്. അത് കണ്ട, ഇത് ഒരെണ്ണത്തിൽ ഞാൻ മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പൊ ഇനി കുറച്ച് ചെടിച്ചട്ടികളൊക്കെ വാങ്ങിച്ചിട്ട് വേണം എനിക്കിതൊന്ന് സെറ്റ് ചെയ്യാൻ. കുറച്ച് അറേഞ്ച്മെന്റ്സ് ഒക്കെ ഉണ്ട്. എന്നാലും ഞാനിപ്പോ ഇത് നിങ്ങളെ കാണിക്കാൻ വിചാരിച്ച എന്താണെന്നറിയാമോ, ഒന്നും ഇല്ലാതിരുന്ന ഒരു പ്രതീക്ഷയുടെ ഒരു ഇത്, അതിൽ നിന്നാണ് ഞാൻ സത്യം പറഞ്ഞ ഇത്രയും വളർത്തിയെടുത്തത്. നമ്മുടെ ലൈഫ് ഏകദേശം അതേപോലെയാണ്. എനിക്ക് നിങ്ങൾക്ക് പറയാനുള്ള മെസ്സേജ് എന്ന് പറഞ്ഞാൽ, നമ്മൾ ചിലപ്പോൾ ഒന്നും ഇല്ലായിരിക്കും, പക്ഷെ നമ്മൾ ഹാർഡ് വർക്ക് ചെയ്താൽ ഇതേപോലെ നമുക്ക് ഒരുപാട് ഫലങ്ങൾ നമുക്ക് കിട്ടും. അതിനുവേണ്ടി നമ്മൾ ഹാർഡ് വർക്ക് ചെയ്തുകൊണ്ടിരിക്കണം. ഹാർഡ് വർക്ക് ചെയ്യാതിരുന്നാൽ നമുക്ക് ഒരിടത്തും എത്താൻ പറ്റില്ല. ഞാനിപ്പോൾ എന്നെ പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്നതാണ്, എന്തെങ്കിലും ഒരിക്കൽ ലൈഫിൽ സക്സസ് ആവും. അതിനുവേണ്ടി ഹാർഡ് വർക്ക് ചെയ്യാം. അപ്പൊ ഈ ചെടികൾ നമുക്ക് തരണതെന്ന് പറയുമ്പോൾ അതാണ്. ഇത് ഫസ്റ്റ് വീഡിയോ കണ്ടവർക്ക് തൊട്ട് അറിയാം. ചെറിയൊരു കമ്പായിരിക്കും ഞാൻ കൊണ്ടുവച്ചത്. അതിൽ നിന്നുമാണ് കഷ്ടപ്പെട്ട് ഞാൻ വളർത്തി ഇത്രയും വലുതാക്കി ഞാൻ ഇതിനൊക്കെ എടുക്കുക. അതേപോലെ ഇനി ഓരോന്നോരോന്ന് എനിക്ക് വെച്ച് പിടിപ്പിക്കണം. നമ്മുടെ ജീവിതം എന്ന് പറയുന്നത് ഓരോന്ന് വെച്ച് പിടിപ്പിച്ച് നമ്മൾ കഷ്ടപ്പെട്ട് അത് വലിയൊരു നിലയിൽ നമുക്ക് എത്താൻ പറ്റും ഗൈസ്. അപ്പോൾ എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വരുന്നു. അപ്പൊ മറ്റൊരു മെസ്സേജ് ഞാൻ തിരിച്ചു വരുന്നതായിരിക്കും. Till then, bye.